ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായുള്ള സേമിയ റാഗി ഉപ്പുമാവ് ഉപയോഗിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എന്തെങ്കിലും ഒരു ചട്ടി വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വേപ്പിലയും 2 വറ്റൽമുളകും പൊട്ടിച്ചിടാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള എല്ലാ പച്ചക്കറികളും, അതായത് സബോള, പച്ചമുളക്, പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഗ്രീൻ ബീൻസ് വേവിച്ചത് ആക്കിയിട്ട് അതൊക്കെ ആക്കി ഞാൻ ഒരു സെറ്റാക്കിയിട്ട് അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉടനടി ഇതൊക്കെ ഇടണം കണ്ട. അപ്പം ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്ത് എടുത്തട്ടാ. അപ്പോൾ നമുക്ക് നല്ല ചെറിയ കുനുകുനാന്ന് ഇങ്ങനെ വരില്ല. അപ്പോൾ സബോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ക്യാരറ്റ് അതും ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പറിലാക്കിയിട്ട് അതും കുനുകുനാന്നാക്കിയത് അതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴച്ചെടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കടിക്കുമ്പോൾ ഒന്ന് അത് ഒരു സോഫ്റ്റ് പോലെ, അതുകൊണ്ട് ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഗ്രീൻ ബീൻസ് എന്താ പറയുക വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പുമാവല്ല കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതിലിടാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അത് വഴറ്റി ഇങ്ങനെ എടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ഇപ്പോൾ ഞാനൊരു കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരിട്ട് പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടാക്കി വെച്ച വെള്ളം ഒഴിക്കണം. അപ്പം ഞാനത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ചൂടാക്കി വെച്ച ഒരു കപ്പ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം കൊള്ളും. അപ്പോൾ അതിൽ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം, അതായത് ആ കപ്പിൽ നിന്ന് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ അതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് ഇങ്ങനെ വരണം, ആ വെള്ളം ഒന്ന് തിളച്ച് വരാം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചതാണെങ്കിൽ കുറച്ചും കൂടി അതിങ്ങനെ തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുക ഉണ്ട്, അങ്ങനെ തിള വരാം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് റാഗി കൊണ്ടുള്ള സേമിയത്തിൻ്റെ ഇത് അതിലേക്ക് പൊട്ടിച്ചിടാം കേട്ടോ. അപ്പം ഞാനൊരു പാക്കറ്റ് അതിൽ 500 ഗ്രാമാണ് അതിലുള്ളത് കണ്ട. അത് ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ടു. അത് പിന്നെ ഇത്തിരി വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ റാഗി ഇതൊക്കെ വെന്ത് വരുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റിപ്പോവും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിതാകെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പോൾ തീ ഫുള്ളിൽ തന്നെ ഇട്ടോളാം കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം വറ്റി കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കിയതിന് ശേഷം 5 മിനിറ്റ് നേരം അത് മൂടി വയ്ക്കുക. അതായത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒരു ഫോക്കില്ലേ അങ്ങനെ നൂഡിൽസ് തിന്നുന്നത്, അതുകൊണ്ട് ഒന്ന് ചിക്കി എടുക്കുക. കയ്യിലോണ്ട് എടുക്കരുത് ഇതുപോലെ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ വേറിട്ട് കിട്ടും, കുഴച്ചിലില്ലാണ്ട്. നല്ല അടിപൊളി ഹെൽത്തി റാഗി ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് 3 പേർക്ക് തിന്നാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കുക. ഈ വെജിറ്റബിൾസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് റാഗിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.